അതിഥി തൊഴിലാളികൾ അവരെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിനൊരു ജീവിതമില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ തൊഴിലിലും അതിഥി സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ വ്യാപൃതരാണ്. അവരുടെ എണ്ണം ദിനേന കൂടിക്കൊണ്ടേയിരിക്കുന്നു. 50 ലക്ഷത്തോളം അതിഥി തൊഴിലാളികൾ കേരളത്തിൽ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ സാമ്പത്തികാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റിവേഴ്സ് റെമിറ്റൻസ് തുടങ്ങിയ വാക്കുകളൊക്കെ പ്രത്യേകമായി പ്രയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇവർ കൊണ്ടുപോകുന്ന പണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഇവിടെ സമ്പാദിക്കുന്ന പണം അവർ ഇവിടെ ചെലവഴിക്കുന്നില്ല. അത് കയ്യിൽ കിട്ടിയ ഉടൻ നാട്ടിലേക്ക് അയക്കുകയാണ്. വളരെ കുറഞ്ഞ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവർ അവരുടെ പണം ഇവിടെ കേരളത്തിൽ ചിലവഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സമ്പത്ത് നേരെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ന്യായം. അജിംസ്, ഇതൊക്കെ സംസാരിക്കുമ്പോഴും നമ്മൾ മലയാളികൾ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയി ഇതുപോലെ ജോലി ചെയ്ത് അവിടുത്തെ അതിഥി തൊഴിലാളികളായി ജോലി ചെയ്ത് സമ്പാദിച്ച് വന്ന് നമ്മുടെ കുടുംബത്തെ ഇവിടെ പൂറ്റുന്നുണ്ട്. അതേ ഒരു അവസ്ഥ അല്ലേ ശരിക്കും അതിഥി തൊഴിലാളികൾ കേരളത്തിൽ നിർവഹിക്കുന്നത്? അപ്പോൾ നമ്മൾ ആ രീതിയിൽ അവരെ നോക്കിക്കാണാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഒരു ഇൻലൻഡ് എക്കോണമി അല്ലെങ്കിൽ മണി ഓർഡർ എക്കോണമി എന്നൊക്കെയാണ് പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഗൾഫ് പ്രവാസമാണ്. മറ്റൊന്ന്, കേരളം ഒരു തരത്തിലും ഉൽപ്പാദന രംഗത്ത് അങ്ങനെ മുൻപന്തിയിലുള്ളൊരു സംസ്ഥാനമേ അല്ല. ഉൽപ്പാദനം ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ കൃഷിയാണെങ്കിലും വ്യവസായമാണെങ്കിലും ഉൽപ്പാദനമില്ല. അപ്പോൾ ഉള്ളത് ഈ മനുഷ്യവിഭവം കയറ്റി അയക്കുന്നു, അവിടെ നിന്ന് വരുന്ന റെമിറ്റൻസ് കൊണ്ട് ജീവിക്കുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. പക്ഷേ എന്ന് കരുതി അത് മോശം കാര്യമാണെന്നല്ല, അങ്ങനെ ജീവിക്കുന്ന കുറേയധികം രാജ്യങ്ങളുണ്ട്. പിന്നെ ഉയർന്ന ജീവിത നിലവാരം, സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം ഈ ഇൻഡസ്ട്രീസിലൊക്കെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്റ്റേറ്റായിട്ട് കണക്കാക്കപ്പെടുന്നു. നമുക്കൊരു പ്രധാനപ്പെട്ട ബലഹീനത ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ യുവാക്കൾക്ക് ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതകളില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇൻഡസ്ട്രി ഇല്ല, സർവീസ് സെക്ടറും അങ്ങനെ കാര്യമായിട്ടില്ല. സർവീസ് സെക്ടറുണ്ട്, കൃഷിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ചില പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. ആ പ്രതിസന്ധിയാണ് നമ്മുടെ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ള ആലോചനകൾ വരുന്നത്. പക്ഷേ ഇന്നലെ ഈ നിയമസഭയിൽ വി ഡി സതീശൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ അത് സംസാരിക്കുമ്പോൾ എനിക്കത് മനസ്സിലായിട്ടില്ല സീരിയസ്ലി. ഒന്ന്, വി ഡി സതീശൻ്റെ അത്ര എക്കണോമിക്സ് എനിക്കറിയില്ല, എനിക്കത് മനസ്സിലായില്ല. വി ഡി സതീശൻ പറയുന്നത് എന്താണ്, നമ്മുടെ ഇവിടെ നിന്ന് സമ്പാദിക്കുന്ന പണം ഇവിടെ ചിലവാക്കപ്പെടുന്നില്ല, അത് തിരിച്ചയക്കുകയാണ്, അവരവരുടെ നാട്ടിലേക്ക് അയക്കുകയാണ്, അത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്, ഞങ്ങളത് പരിശോധിക്കാൻ പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ആ പ്രസ്താവനയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട്. കെ സച്ചിദാനന്ദൻ അത് ഒരു റേസിസ്റ്റ് കമൻ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്ന അങ്ങനെയാണ് പറയുന്നത്. അതൊരു റേഷ്യൽ കമൻ്റാണ്. കാരണം നമ്മൾ മലയാളികൾ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ പണിയെടുക്കുന്ന പണം ഇങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ അവരവിടെ പറയുകയാണ് ഈ മലയാളികൾ മുഴുവൻ പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് അയക്കുകയാണ്, ഇവിടെ ഒന്നും ചിലവാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അതെങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? അതേ ഫീൽ അവരെ സംബന്ധിച്ചുണ്ടാവുമല്ലോ, അവരത് കേൾക്കുമ്പോൾ അതും ഉണ്ടാവുമല്ലോ. അതൊരു കാര്യം. ഞാൻ പറയുന്ന വി ഡി സതീശൻ അത് റേഷ്യൽ ഉദ്ദേശത്തോടെ പറഞ്ഞതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അത് കേൾക്കുന്ന ആളെ സംബന്ധിച്ച് എന്തായിരിക്കും അവർക്ക് തോന്നുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. ഒന്ന്. രണ്ട്, എത്ര പൈസയാണ് അയക്കുന്നത് അതിനൊരു കണക്ക് വേണ്ടേ? ഞങ്ങൾ പരിശോധിക്കുമെന്ന് പറയുന്നു, അതിനെപ്പറ്റി കൃത്യമായ കണക്കില്ല. ഇവിടെ കൃത്യം എത്ര അതിഥി തൊഴിലാളികളുണ്ട്, 40 ലക്ഷം എന്നൊക്കെ ചില കണക്കുകൾ പറയുന്നു, കൃത്യമായ കണക്കൊന്നുമില്ല. പിന്നെ അതൊരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ്. ആൾ വരും, ചിലപ്പോൾ 2 മാസം കഴിഞ്ഞ് പോകും, പിന്നെ വരില്ല. എന്നാലും ഒരു ആവറേജ് നമ്പർ നിലനിർത്തില്ലേ? ആവറേജ് നമ്പർ ഉണ്ടാവും. ഞാൻ പറഞ്ഞത് 40 ലക്ഷം എന്ന് കൂട്ടുക. ഈ 40 ലക്ഷം പേര് ഇവിടുന്ന് സമ്പാദിക്കുന്ന ഒരു 40,000 കോടി രൂപ ഒരു വർഷം സമ്പാദിക്കുന്നതെന്ന് കരുതുക. 40,000 കോടി. ഈ 40,000 കോടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരുന്ന റെമിറ്റൻസിൻ്റെ വെറും 20% ആവുന്നുള്ളൂ. കേരളത്തിലേക്ക് വരുന്ന റെമിറ്റൻസിൻ്റെ 20% ആവുന്നുള്ളൂ ഈ 40,000 കോടി അയക്കുന്ന പണം. ഇനി ഞാൻ ഒരു ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചിരുന്നു മുമ്പ്. അതിൽ ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് നടന്നൊരു റിപ്പോർട്ടാണ്. പെരുമ്പാവൂർ അറിയാലോ, ഏറ്റവും കൂടുതൽ മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ പോപ്പുലേഷനുള്ളൊരു ടൗണാണ്. അവിടെ നിന്ന് ഒരാൾ ഈ പണം അയക്കാൻ വേണ്ടിയുള്ള ചില സംവിധാനമുണ്ട്. ആളുകൾ പണം അയക്കുന്നത് പലർക്കും GPay ഒന്നും ഉണ്ടാവില്ല, പണമായിട്ട് കയ്യിൽ വാങ്ങുന്ന ആളുകളുണ്ടാവും. ആ പണമായിട്ട് കയ്യിൽ വാങ്ങുന്ന പൈസ കൊണ്ടുപോയിട്ട് ചില കടകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അത് അയപ്പിക്കും. അവർ GPay വഴി ഒക്കെ ആയിരിക്കും അയക്കുന്നുണ്ടാവും. അതിനവർ കമ്മീഷൻ വാങ്ങും. 1000 രൂപയ്ക്ക് 8 രൂപ 12 രൂപ അങ്ങനെ കമ്മീഷൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ പറഞ്ഞു, ഒരു ദിവസം മിക്കവാറും ശനിയാഴ്ചകളാണ്, ശനിയാഴ്ച പരമാവധി അയക്കുന്ന തുക 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് അയാൾ അയക്കുന്നത്. അപ്പോൾ എത്ര പേര് വരുന്നുണ്ട്, എത്ര പൈസയാണ് അയക്കുന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വരുന്ന ആളുകൾ അയക്കുന്നത് 1500 രൂപ മുതൽ 10,000 രൂപ വരെയാണ്. ഒരാഴ്ച പണിയെടുത്തുണ്ടാക്കുക ഒരു അതിഥി തൊഴിലാളി പരമാവധി പണിയെടുത്തുണ്ടാകുന്ന ക്യാഷ് എത്രയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക.
ഇപ്പോൾ എത്രയാണ്? റേറ്റ് കൂടി 1500, 1250. റേറ്റ് കൂടിയിട്ടുണ്ട്. എത്രയാണെങ്കിലും ഇപ്പോൾ ഒരാഴ്ച പണിയെടുത്ത് എത്ര കാശുണ്ടാവും? ഈ പൈസ അയച്ചുകൊണ്ട് കേരളത്തിൻ്റെ എക്കണോമിയിൽ എന്തോ വലിയ ആഘാതം ഉണ്ടാവും എന്ന വി ഡി സതീശൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അതിൽ കൂടുതൽ സാമ്പത്തിക വിനിമയം നടക്കുന്ന ഒരു സ്റ്റേറ്റാണിത്. അപ്പോൾ ഇതിവിടെ ചെലവഴിപ്പിക്കുക, അപ്പോൾ ഈ 40,000 കോടി രൂപ പ്രതിവർഷം ഇവിടെ ചെലവഴിപ്പിക്കുക എന്ന് തന്നെ കരുതുക. അത് തീർച്ചയായിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ എക്കണോമിയിൽ ഉണ്ടാകും. കുറേ അധികം പൈസയെങ്കിലും ഇവിടെ ചെലവഴിപ്പിച്ചാൽ അവർ മദ്യത്തിന് വേണ്ടി കൊടുക്കുന്ന പണം മാത്രമേ സർക്കാരിലേക്ക് വരുന്നുള്ളതാണ് വി ഡി സതീശൻ്റെ അഭിപ്രായം. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ചെലവഴിക്കാൻ പാകത്തിന് പണമുള്ള ആൾക്കാരാണോ അവർ? ഇപ്പോൾ ഈ ഒരു ദിവസം കിട്ടുന്ന 1250, 1500 രൂപ അതിലെത്ര അവർക്ക് ഇവിടെ ചെലവഴിക്കാൻ പറ്റും? അവർ പരമാവധി ചെലവ് ചുരുക്കി ജീവിക്കുന്ന മനുഷ്യരാണ്. വി ഡി സതീശൻ തന്നെ പറയുന്നുണ്ട്, ആകെ ഡാലും ആട്ടയും സവാളയും മാത്രമാണ് വാങ്ങുന്നുള്ളൂ അവരതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അത് കുക്ക് ചെയ്താണ് ജീവിക്കുന്നത്. വേറെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കുകയോ മലയാളികൾ കഴിക്കുന്ന പോലുള്ള ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ അവർ പരമാവധി ഇവിടെ എന്താണ് തുച്ഛമായ ജീവിത സൗകര്യം കൊണ്ട് ജീവിക്കുന്നു, തുച്ഛമായ ഭക്ഷണം കഴിക്കുന്നു, ബാക്കി സ്വരുക്കൂട്ടുന്ന പണമാണ് അവരവരുടെ നാട്ടിലേക്ക് അയക്കുന്നത്. നമുക്ക് അത് ചെറുതായിട്ട് തോന്നും. പക്ഷേ ഈ പണം ചെല്ലുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങൾ റിച്ച് ആവണം. അവരെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ നമ്മൾ ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി കേരളത്തെ റിച്ചാക്കിയത്, അതുപോലെ അസമിലെയോ വെസ്റ്റ് ബംഗാളിലെയോ ബീഹാറിലെയോ ഒഡീഷയിലെയൊക്കെ ഏതൊക്കെയോ കുഗ്രാമങ്ങൾ റിച്ചായിക്കൊണ്ടിരിക്കുകയാണ്. മോൻ എവിടെയാണ്? മോൻ ഗൾഫിലാണ് എന്ന് നമ്മളിവിടെ പറയുന്ന പോലെ അവരുടെ നാട്ടിൽ പറയും മോൻ എന്ത് ചെയ്യുന്നു, അവൻ കേരളത്തിലാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഈ പണം ഇവിടെ ചെലവഴിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് മനുഷ്യത്വവിരുദ്ധമായ കാര്യമാണ്. അതെങ്ങനെ ചെലവഴിപ്പിക്കുക? അവരെ കൊണ്ട് വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിപ്പിക്കണോ? അതല്ല, മലയാളികൾ കഴിക്കുന്ന ഭക്ഷണം കഴിപ്പിക്കണമോ? നമ്മൾ കഴിക്കുന്ന ഹോട്ടലുകളിൽ നിന്ന് അവരെ ഭക്ഷണം കഴിപ്പിക്കണമോ? എങ്ങനെ ചെലവഴിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അവരിൽ നിന്ന് ടാക്സ് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നത് അതൊരു എന്താ പറയുക, ഒരു ലൂസ് സ്റ്റോക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് സീരിയസ് ആയിട്ട് മുഖ്യമന്ത്രി ഇതിൽ ചെയ്യാൻ വേണ്ടി പറയുന്നതാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമെന്നോ ഞാൻ കരുതുന്നില്ല. ഇനി അങ്ങനെ ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് വളരെ മനുഷ്യത്വവിരുദ്ധമായ ഒരു എക്കണോമിക്സ് ആണ് അദ്ദേഹം പറയുന്നത്. അല്ല, ഇനി ആവാലോ, അതായത് ഇവർക്ക് പകരം നമ്മൾ ജോലി ചെയ്യണമെന്ന് കൂടി ആവാലോ. എനിക്ക് മനസ്സിലായില്ല. അത് മലയാളികൾ ജോലി ചെയ്യണം. മലയാളികൾ ജോലി ചെയ്യാത്തതുകൊണ്ടാണല്ലോ ഇവർ ഇതര സംസ്ഥാനക്കാർ ഒന്ന് ജോലി ചെയ്യുന്നത്. അതെന്ത് വാദമാണ്? ടിപ്പിക്കൽ കാർണർ ടോക്കാണ്. അതെ. അതെങ്ങനെയാണ് ഇവിടെ പണി ചെയ്യുക? നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ കായികാധ്വാനത്തിൽ ഏർപ്പെടാത്തത്? കായികാധ്വാനത്തിൽ ഏർപ്പെടാവുന്ന, അതായത് അൺസ്കിൽഡ് ജോലി ചെയ്യാവുന്ന ആളുകൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കില്ലുള്ള എഡ്യൂക്കേറ്റഡ് ആളുകൾക്ക് പണി ചെയ്തുകൂടെ എന്ന് ചോദിക്കാം. നീ ഇപ്പോൾ വലിയ ഡിഗ്രി പഠിച്ചതാണ്, നിങ്ങൾക്ക് തൂമ്പെടുത്ത് കളിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അവന് കളിക്കാൻ സൗകര്യമില്ല. അങ്ങനെ ചെയ്യാതെ തന്നെ ഇവിടെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ കേരളത്തിൻ്റെ ഒരു സവിശേഷമായ സാമ്പത്തിക സാഹചര്യമാണ്. അതിലൊരു അനിവാര്യമായ ഘടകമാണ് അതിഥി തൊഴിലാളികൾ. അവരൊരു നിമിഷം പണിയങ്ങ് മുടക്കി കഴിഞ്ഞാൽ കേരളം സ്തംഭിക്കും. നിർമ്മാണ മേഖല സ്തംഭിക്കും, ആവശ്യത്തിനുള്ള ചില ചെറുകിട ഇൻഡസ്ട്രികൾ സ്തംഭിക്കും, കച്ചവട സ്ഥാപനങ്ങൾ സ്തംഭിക്കും, എല്ലാം സ്തംഭിക്കും. അപ്പോൾ അതിനെ യാഥാർത്ഥ്യബോധത്തോടെ നോക്കി കണ്ടുകൊണ്ട് അവരിവിടെ നിലനിർത്താനും വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ വി ഡി സതീശൻ തന്നെ പറയുന്നൊരു കാര്യം, ഇവിടെ ഒന്നും അവർ സ്ഥിരതാമസാക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു പോയിൻ്റാണ്. അവരുടെ സ്ഥിരതാമസാക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂർ എന്നുള്ള സ്ഥലത്ത് പല പോക്കറ്റുകളിലും 2-3 പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്, അതിഥി തൊഴിലാളികൾ. അതിഥി തൊഴിലാളികളുടെ മക്കൾ മലയാളം പഠിച്ച് MG യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് കിട്ടിയൊരു വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരിവിടെ താമസിച്ചാൽ എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അവിടെയാണ് എൻ്റെ മെയിൻ പോയിന്റ്. ഇനി അവർ ഇവിടെ തന്നെ താമസിക്കുകയാണെന്ന് കരുതട്ടെ, കേരളത്തിൽ പൗരത്വം എടുത്ത് ഇവിടെ താമസിക്കുകയാണെന്ന് കരുതട്ടെ. അപ്പോൾ ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? അപ്പോഴാണ് നമ്മൾ യൂറോപ്പിലൊക്കെ നേരിടുന്ന റേസിസം ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ അവരോട് റേസിസം കാണിക്കാൻ തുടങ്ങും. അവരിൽപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നൊരു കല്യാണം വരുമോ? ഇല്ല. കല്യാണം പോട്ടെ, ഇവർ വീട്ടിൽ കയറ്റി അതിഥികളായി സൽക്കരിക്കുമോ? നമ്മുടെ ഒരു സ്വാഭാവിക അയൽവാസിയായിട്ട് അവരെ കാണുമോ? ഇങ്ങനെയുള്ള കുറേയധികം ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഒരാവശ്യമില്ലാത്ത വിവാദം ഉണ്ടാക്കിയിടുകയാണ് വി ഡി സതീശൻ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ ഇവരൊക്കെ പറഞ്ഞത് അന്യ സംസ്ഥാന തൊഴിലാളികളാണ്, പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളായി, ഇപ്പോൾ നമ്മൾ അതിഥി സംസ്ഥാന തൊഴിലാളികൾ. അങ്ങനെ നമ്മൾ അവരായിട്ട് കൂടുതൽ അടുക്കാനും അവരെ പരിഗണിക്കാനും കരുതാനും ഒക്കെയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ അത്തരമൊരു ഘട്ടത്തിലാണ് പിന്നെ നമ്മുടെ ഇതിൻ്റെ സാമൂഹികമായ പ്രത്യാഘാതങ്ങളൊക്കെ വേറൊരു തരത്തിൽ ചർച്ച ചെയ്യുമ്പോഴും ഈ സാമ്പത്തികം എന്നുള്ളത് വലിയ ചർച്ചയായി കൊണ്ടുവരാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഒരു 43,000 കോടി രൂപ ഒരു പ്രതിവർഷം ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതിനെക്കുറിച്ചൊരു കൺസേൺ രേഖപ്പെടുത്തുന്നതിൽ തെറ്റൊന്നുമില്ലെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ പൈസ ഇവിടെ ചെലവഴിക്കപ്പെട്ടിരുന്നെങ്കിൽ നല്ലതല്ലേ എന്ന് ആലോചിക്കാം. ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ആ സിറ്റുവേഷൻ അദ്ദേഹത്തിന് റേസ് ചെയ്യാനുള്ള അർഹതയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. 43,000 കോടി രൂപ ഇവിടെ അതിൻ്റെ ഒരു 43,000 കോടി എന്ന് വെച്ചാൽ മൊത്തം ഒരിക്കലും ഇവിടെ നിൽക്കത്തില്ല. അതിനൊരു 20,000 കോടിയെങ്കിലും ഇവിടെ ചിലവാക്കപ്പെട്ടാൽ
നമ്മുടെ വിപണി കുറച്ചുകൂടി ചലനാത്മകമാകുമെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ആശയം രൂപീകരിക്കാനും അത് പറയാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനകത്ത് റേസിസം ഒന്നും അദ്ദേഹം ഉദ്ദേശിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു ചോദ്യം അവിടെയുണ്ട്, ആ അതിഥി തൊഴിലാളികളായിട്ടുള്ള മനുഷ്യന്മാരെ അവരുടെ പണം ഇവിടെ ചെലവഴിക്കാൻ തക്കവണ്ണം നമ്മുടെ വിപണിയെയും നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെയും ശരിയാക്കി വെച്ചിട്ട് വേണം ആ പൈസ ഇവിടെ ചെലവഴിക്കാൻ പറയാൻ. നേരത്തെ അജിംസ് പറഞ്ഞാൽ മൗലികമായ പ്രശ്നമുണ്ട്, വളരെ തുച്ഛമായ പൈസയാണ് അവർക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഗൾഫിൽ പോയാൽ ഗൾഫിൽ ഏറ്റവും തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്ത് 10-15 പേര് ഒരുമിച്ച് ഒരു ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവരവിടെ കാര്യമായിട്ട് അവർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് ജീവിക്കുകയും ബാക്കി പൈസ മുഴുവൻ നാട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നവരാണ്. അതിന് മുകളിൽ മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും ഉണ്ട് അവിടെ. അവരാണ് അവിടെ ജീവിക്കുന്നവർ, അവിടെ പൈസ ചിലവാക്കുന്നവർ. അപ്പോൾ അതുപോലെ അവിടെ ചിലവാക്കാൻ ഇപ്പോൾ ലോകത്തെ എല്ലാ ഭരണാധികാരികളും ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്. ചില ആൾക്കാർ, ചില ഭരണാധികാരികൾ കർക്കശമായ നടപടികൾ സ്വീകരിച്ചു. ചില ആളുകൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ചില ഭരണാധികാരികൾ ഇവിടെ വന്നിട്ടുള്ള അതിഥി തൊഴിലാളികളായ ആളുകളെ അവരുടെ പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇവിടെ തന്നെ നിൽക്കാൻ, ഇവിടെ കുടുംബത്തെ കൊണ്ടുവരാൻ കഴിയും വിധത്തിലുള്ള ഒരുതരം വെൽക്കമിംഗ് ആയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചു. ഇപ്പോൾ ദുബായ് എടുക്കാം. ദുബായ് വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള സാഹചര്യം ലോകത്തെ എല്ലാ പൗരസമൂഹത്തോടും കാണിച്ചു. എന്നിട്ട് വരൂ, ഇവിടെ താമസിക്കൂ, ഇവിടെ ചിലവാക്കൂ എന്ന് പറയുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള തുറസ്സുകൾ അവർക്കായി ഉണ്ടാക്കി. നമ്മളവിടെ പോയിട്ട് ജീവിക്കാനും മഹാനഗരമെന്നും മായിക നഗരമെന്നും വിളിക്കാനും അവിടെ പണം ചെലവഴിക്കാനും ആഗ്രഹിക്കുന്നവരും നിർബന്ധിതരുമായ തരത്തിൽ നമ്മുടെ പൗരന്മാരെ അവർ മാറ്റിയല്ലോ. നിങ്ങൾ പുറത്തേക്ക് പൈസ അയക്കരുതെന്നുള്ള സിദ്ധാന്തം പറയുകയല്ലേ ചെയ്തത്. അപ്പോൾ ഞാൻ പറയുന്നത് പുറത്തേക്ക് പൈസ പോകുന്നു. നേരത്തെ അജ്മൂസ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 40,000 43,000 കോടി രൂപ പോകുന്നതാണ് ഇതിനെക്കുറിച്ചുള്ള സർവേകൾ പലതും പറയുന്നത്. അവിടെ നിന്ന് വരുന്നതിൻ്റെ 5-1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ സീരിയസ് ആയിട്ട് വലിയ പൈസ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുള്ള ആധിക്യത്തിൽ വലിയ കാര്യമില്ല. ഇനിയിപ്പോൾ അവരുടെ പൈസ ഇവിടെ ചിലവാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ അതിനുള്ള സാമൂഹികമായ സാഹചര്യം ഉണ്ടാക്കണം. രണ്ടാമത്തേത്, ആ പൈസ കുറച്ചുകൂടെ ചിലവാക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടുള്ള സമീപനം. ഇപ്പം നിങ്ങളുടെ പണം നിങ്ങളുടെ നാട്ടിലെ ബാങ്കുകളിൽ നിക്ഷേപിക്കാതെ ഇവിടുത്തെ മൈക്രോ ഫിനാൻസിൽ നിക്ഷേപിക്കൂ, ഇവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള സമ്പാദ്യ ചിട്ടികളിലോ മറ്റോ നിങ്ങൾ ചേരൂ, എന്നിട്ട് നിങ്ങൾ ആ പണം ഇവിടെ നിക്ഷേപിക്കൂ. അതിന് പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അവർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അവരോടുള്ള വിവേചന സമീപനം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഡ്രൈവ് നമ്മൾ നടത്തുന്നുണ്ടോ? ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ രാജ്യങ്ങളും എന്ന് പറഞ്ഞാൽ അവിടെ വന്നിട്ടുള്ള പണം പുറത്തേക്ക് പോകുന്നത് തടയല്ല അവർ ചെയ്തിട്ടുള്ളത്, മറിച്ച് ആ പണം അവിടെ തന്നെ ചിലവാക്കാൻ ആവശ്യമായിട്ടുള്ള പരിതസ്ഥിതി സൃഷ്ടിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടില്ല, ആ പരിതസ്ഥിതി സൃഷ്ടിച്ചിട്ടില്ല എന്നാണ് കാണേണ്ട കാര്യം. ഇനിയിപ്പോൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അതിനകത്ത് വലിയ വെല്ലുവിളികളുണ്ട്. എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ റേസിസമാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരായിട്ട് അവരെ അംഗീകരിക്കാൻ നമുക്ക് പ്രയാസമുണ്ട്. അവർ അക്രമികളാണ്, തുറച്ചു നോക്കുന്നവരാണ്, അപകടകാരികളാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്, കുഴപ്പക്കാരാണ്, സാമൂഹിക ശല്യങ്ങളാണെന്ന് പൊതുവിൽ കാണുന്ന ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അപ്പോൾ ആ പ്രശ്നത്തെ തന്നെയും വേണമെങ്കിൽ വീണ്ടും ട്രിഗർ ചെയ്യാൻ ശേഷിയുള്ളതായിട്ട് വേണമെങ്കിൽ ഈ പ്രസ്താവനയെ കാണാൻ കൊണ്ടുപോകും. പൈസയും കൊണ്ടുപോകുന്നവർ എന്ന് പറഞ്ഞ ഒരു നരേറ്റീവ് വേറെ വരും. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കേണ്ട ഒന്നാണിത്. രണ്ടാമത് കാണേണ്ട കാര്യം, ഈ പറയുന്ന സംഗതി ഉണ്ടല്ലോ, തൊഴിൽ ശക്തി. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവരെല്ലാം കൂടെ വോട്ട് ചെയ്യാൻ പോയി, എന്നിട്ട് കുറച്ചാൾ ഒരു തിരിച്ചു വരാതിരുന്നല്ലോ. അപ്പോൾ എന്തായിരുന്നു കേരളത്തിൽ? ഒറ്റ തൊഴിലാളിയെ കിട്ടാനില്ല. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്രൈസിസ് അഭിമുഖീകരിച്ചു. പല BJP-കാരും BJP മാധ്യമ സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞു, പശ്ചിമ ബംഗാൾ മുഴുവൻ സുവേന്ദു അധികാരി മനോഹരമാക്കി കഴിഞ്ഞു, ഒരൊറ്റ തൊഴിലാളി ഇനി മടങ്ങി വരാൻ പോകുന്നില്ല, കേരളം ബുദ്ധിമുട്ടാൻ പോവുകയാണ്. കേരളം ശരിക്കും ബുദ്ധിമുട്ടി ആ സമയത്ത്. പക്ഷേ എല്ലാവരും തിരിച്ചു വന്നു കേട്ടോ, എല്ലാവരും തിരിച്ചു വന്നു. ഈ പൗരത്വം പോകുന്നു പേടിച്ച് വോട്ട് ചെയ്യാൻ പോയവരാ മനുഷ്യന്മാർ മുഴുവൻ. പക്ഷേ കേരളത്തിൻ്റെ തൊഴിൽ ശക്തി എന്ന് പറയുന്നത് അവിടുന്ന് വരുന്ന ആൾക്കാരാണ്. അവരില്ലെങ്കിൽ നമ്മുടെ എല്ലാ കായികാധ്വാന മേഖലകളും സ്തംഭിക്കുമെന്നാണ് അവസ്ഥ. നമുക്കിവിടെ അതിനുള്ള തൊഴിൽ ശക്തി ഇല്ല, ആൾക്കാരും ഇല്ല. ഇവിടുത്തെ നമ്മുടെ നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് ബ്രെയിൻ പവർ, അല്ലെങ്കിൽ ആ സ്കില്ലാണ്. അത് നമ്മൾ ലോകത്തെല്ലായിടത്തും അത് ആ സേവനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടേക്ക് വരുന്ന അതിഥി തൊഴിലാളികൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ പൈസയ്ക്ക് ഇവിടുത്തെ നമ്മൾക്ക് ആവശ്യമുള്ള തൊഴിൽ ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണ്. ആ തൊഴിൽ ശക്തി ഇപ്പം നമ്മൾ അതിനകത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു കരുതുക. നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ അവർ നിയന്ത്രണം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കല്ലേ പോവുക. നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ പൈസ കൂടി, അതിൻ്റെ ഒരു പോർഷൻ കൂടി ഇവിടെ ചിലവാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കേരളത്തിൽ അവർക്ക് വിവേചനമില്ലാതെ താമസിക്കാൻ കഴിയുന്ന, സ്വീകരിക്കപ്പെടുന്ന, നല്ല തൊഴിലന്തരീക്ഷമുള്ള, നല്ല വരുമാനമുള്ള, നല്ല ജീവിതാന്തരീക്ഷമുള്ള, നല്ല ആരോഗ്യ പരിരക്ഷയുള്ള ഒരു സംസ്ഥാനമാക്കി നിങ്ങൾ കേരളത്തെ മാറ്റിയിട്ട് അവരുടെ മുമ്പിലേക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അവർ കുടുംബത്തെ കൊണ്ടുവരും, ഇവിടെ കൊണ്ടുവരും, ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അവരുടെ കുട്ടികളെ ചേർക്കും. ഇപ്പോൾ ഭയങ്കര പോപ്പുലറായിട്ടുള്ള വ്ളോഗർമാരൊക്കെ ഉണ്ട് മലയാളത്തിൽ, പാതി മലയാളത്തിലും ഇപ്പം ബംഗാളിയിൽ സംസാരിക്കും. മുബാറക്ക് ഭയങ്കര പോപ്പുലറാണ്. അയാൾ പറയുന്നത് അയാൾക്കിനി തിരിച്ചു പോവുകയേ വേണ്ട, അയാൾക്ക് കേരളത്തിലാണ് താമസിക്കുന്നത്. ഇടക്കാലത്ത് പുള്ളി എറണാകുളത്തും റീജിയണിൽ നിന്ന് ഇവിടെ വന്നു, മലബാർ മേഖലയിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയായി. ഇടവണ്ണ, വാഴക്കാട്, ആ പ്രദേശം കണ്ടു വന്നു. ആ റീലൊക്കെ ഭയങ്കരമായി ഓടി. അപ്പോൾ അതൊരു നല്ല സംഗതിയാണ്. അതിനെ നിങ്ങൾ ഷോക്കേസ് ചെയ്യും. എന്നിട്ട് ഇവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്, ഇവിടെ സ്വീകരിക്കപ്പെടുന്ന സ്ഥലമാണ്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, നല്ല ശമ്പളം വാങ്ങിക്കാം, നല്ല കാലാവസ്ഥയുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പണവും അവരുടെ കുടുംബത്തെ ആകെ വന്ന് അവരുടെ പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. അല്ലാതെ കല്യാണം കഴിച്ച കേസൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അല്ലാതെ
അവരെ ഇങ്ങനെ നമ്മൾ അകറ്റി നിർത്തുക മാത്രം ചെയ്തിട്ട് പണം ഇവിടെ ഇറക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ലിമിറ്റഡ് പണമാണ് എന്ന് മാത്രമല്ല അവർക്ക് അവരവരുടെ സ്വന്തം നാടായിട്ട് തന്നെ കാണുന്നില്ല. നമ്മൾ ഇവിടുന്ന് പോയ പല ആൾക്കാരും ദുബായിൽ ജീവിച്ചു മരിക്കാനും പോലും ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല അതിഥി തൊഴിലാളികൾ മഹാഭൂരിപക്ഷവും. ആ വ്യത്യാസം അതിനകത്തുണ്ട്. അപ്പോൾ ഞാൻ 2 പോയിൻ്റേ പറഞ്ഞുള്ളൂ. ഒന്ന്, അവർ തൊഴിൽ ശക്തിയാണ്. ആ തൊഴിൽ ശക്തിയെ നമ്മൾ വാല്യൂ ചെയ്യണം. അതിൻ്റെ വാല്യൂ എടുത്ത് നോക്കിയിട്ട് വേണം ഇത് താരതമ്യം ചെയ്യാൻ. രണ്ടാമത്തേത്, ഈ പറഞ്ഞ പോലെ ആധി ഉണ്ടായിട്ട് കാര്യമില്ല. ആ ആധി പരിഹരിക്കാനുള്ള ശാസ്ത്രീയ മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അല്ലാതെ പൈസ പോകുന്നത് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. യെസ്, ലോകത്തിൻ്റെ ഏത് മൂലയിലും ഒരു മലയാളി ഉണ്ടാകും എന്ന് അഭിമാനിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള നമ്മൾ ഇവിടെ ലോകത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് രാജ്യത്തിൻ്റെ എവിടെ നിന്നും ആളുകൾ വന്നാൽ അവരെ ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതമൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക എന്നൊക്കെ സർക്കാർ അതേക്കുറിച്ച് ചിന്തിക്കട്ടെ. അതിന് അവർ അത് തരണം ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ അവലംബിക്കട്ടെ. പക്ഷേ ഇവരെ അകറ്റി നിർത്തിക്കൊണ്ടല്ല അത് ചെയ്യേണ്ടത് എന്നാണ് ഔട്ട് ഓഫ് ഫോക്കസിന് പറയാനുള്ളത്.